നാളെ നരസിംഹ ജയന്തിയാണ് അല്ലേ? വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷ ചതുർദശി ദിവസമാണ് നരസിംഹ ജയന്തിയായിട്ട് ഭക്തർ ആഘോഷിക്കുന്നത്. മഹാവിഷ്ണുവിന് ഏറെ പ്രാധാന്യമുള്ള നരസിംഹ ജയന്തി ഇത്തവണ വ്യാഴാഴ്ച വരുന്നത് കൊണ്ട് ഈ ദിവസം എടുക്കുന്ന വ്രതം എന്ന് പറയുന്നത് ഇരട്ടി ഫലദായകമാണെന്ന് വേണമെങ്കിൽ പറയാം. മഹാവിഷ്ണുവിൻ്റെ ദശാവതാരങ്ങളിൽ ഏറ്റവും പ്രധാനമാണ് നരസിംഹാവതാരം എന്നെല്ലാവർക്കും അറിയാം. പേരുപോലെ തന്നെ സിംഹത്തിൻ്റെ മുഖവും മനുഷ്യൻ്റെ ഉടലുമായിട്ട് ആണ് ഈ അവതാരത്തിൻ്റെ പ്രത്യേകത. ആസുര രാജാവായിട്ടുള്ള ഹിരണ്യകശിപുവിനെ നിഗ്രഹിക്കാനാണ് ഭഗവാൻ നരസിംഹമൂർത്തിയായിട്ട് അവതരിച്ചത്. കൃതയുഗത്തിലെ ഭഗവാന്റെ 4 അവതാരങ്ങളിൽ ഏറ്റവും അവസാനത്തെയാണ് നരസിംഹാവതാരം എന്ന് പറയുന്നു. ശത്രു സംഹാരത്തിനായിട്ട് ഉടലെടുത്ത ഉഗ്രമൂർത്തിയാണെങ്കിലും ഭക്തരിൽ ക്ഷിപ്രപ്രസാദിയാണ് നരസിംഹമൂർത്തി. പ്രഹ്ലാദൻ്റെ വിളി കേട്ട നിമിഷം തന്നെ ആ തൂണു പിളർന്ന് നരസിംഹമൂർത്തി ഭഗവാൻ പ്രത്യക്ഷനായി. ഭഗവാനെ ഭക്തിയോടെ നിത്യേന സ്മരിച്ചു കഴിഞ്ഞാൽ ശത്രുനാശം, ആരോഗ്യം, രോഗശാന്തി, പാപനാശം എന്നിവയൊക്കെയാണ് ഫലങ്ങൾ. പ്രാർത്ഥിക്കുന്നവരുടെ രക്ഷയ്ക്കെത്തുന്ന നരസിംഹമൂർത്തിയെ പൂജിക്കാൻ ലളിതമായിട്ടുള്ള മന്ത്രങ്ങളും വഴിപാടുകളും അനവധിയുണ്ട്, എല്ലാവർക്കും അറിയാം. നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ മനഃശുദ്ധിയോടുകൂടിയും ഭക്തിയോടെയും ഒരു നെയ്വിളക്ക് കത്തിച്ചു വെച്ചാൽ ആ തൊഴിൽ, വിവാഹം, ഇത്തരം തടസ്സങ്ങളൊക്കെ നീങ്ങും. അതുപോലെ തന്നെ തുളസിമാല സമർപ്പിക്കുന്നത്, തുളസിമാല ചാർത്തുന്നത് ഒരു പ്രധാനപ്പെട്ട വഴിപാടാണ് ഭഗവാന്. അതുപോലെ ഇഷ്ട പുഷ്പമാണ് ചുവന്ന തെച്ചിപ്പൂ എന്നൊക്കെ പറയുന്നത്. അതുപോലെ നിവേദ്യം, പായസം. പഞ്ചഭൂതങ്ങളിൽ ആ വായുദേവൻ്റെ നാളായിട്ടുള്ള ചോതി നക്ഷത്രത്തിൽ ആണ് ഭഗവാന്റെ നാള്, നരസിംഹമൂർത്തിയുടെ, നരസിംഹ ഭഗവാന്റെ. അതുകൊണ്ട് തന്നെ ആ ചോതി നാളിൽ ഭഗവാനെ തൊഴുത് പ്രാർത്ഥിച്ചാൽ എല്ലാ ആപത്തിൽ നിന്നും രക്ഷപ്പെടാം എന്നാണ് പറയുന്നത്. ആ കടബാധ്യതകളൊക്കെ നീക്കി കുടുംബത്തിൽ ഐശ്വര്യം നിലനിർത്താനും പതിവായി ചോതി നക്ഷത്രത്തിൽ നരസിംഹമൂർത്തി ക്ഷേത്ര ദർശനം നടത്തി കഴിഞ്ഞാൽ നല്ലതാണ് കേട്ടോ. അതുപോലെ തന്നെ നരസിംഹ മന്ത്രമുണ്ട്. ഉഗ്രം വീരം മഹാവിഷ്ണു ജ്വലന്തം സർവതോമുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യുമൃത്യു നമാമ്യഹം എന്ന് പറഞ്ഞിട്ടുള്ള നരസിംഹ മന്ത്രം അകാരണമായിട്ടുള്ള ഭയം അകറ്റാനും ദുരിതമോചനത്തിനും ഒക്കെ സന്ധ്യാസമയത്ത് ഈ നാമം ചൊല്ലുന്നതും ഈ നരസിംഹ മന്ത്രം ചൊല്ലുന്നതൊക്കെ അതിവിശേഷമാണ് കേട്ടോ. ഇരട്ടി ഫലം കിട്ടുന്ന പറയാം. അപ്പോൾ എന്തായാലും നാളെ പറ്റുന്നവരൊക്കെ നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, കഴിയുന്ന വഴിപാടുകൾ ചെയ്യാം. ഞാൻ പൂജ കഴിക്കുന്ന അത്തിക്കോട് നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ വിശേഷാൽ ലക്ഷാർച്ചനയും പൂജകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി, നമസ്കാരം.